നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് പറയും ഇന്ദ്ര? നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറ്റില്ലെന്ന് പറയുമായിരുന്നു. നീ ക്ഷണിച്ച കാര്യം അമ്മ എന്നോട് പറഞ്ഞതുപോലും കുറച്ചു മുമ്പാ. എനിക്ക് അമ്മയെപ്പോലെ ഇവിടെയുള്ളവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഓ, അപ്പൊ നിനക്ക് എന്നെ വിഷമിപ്പിക്കല്ലേ? എന്റെ ഡെലിവറി കഴിയുന്നത് വരെ നീ എന്റെ ആഗ്രഹങ്ങൾ മാനിക്കണമെന്ന് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞല്ലേ ഇന്ദ്ര? നീ അത് സമ്മതിക്കാൻ ചെയ്തതല്ലേ? ഹർഷ, അത് ഇന്ദ്ര, നീ ഒന്നും പറയണ്ട. ആന്റി നീയും ഇന്നിവിടെ സദ്യ കഴിക്കാൻ വന്നേ പറ്റൂ. ആ ഇന്ദ്ര, രവേട്ടൻ വരുന്നുണ്ട്. ഞാൻ വെക്ക്. നിങ്ങൾ പുറപ്പെട്ടെന്നേ ഞാൻ രവേട്ടനോട് പറയൂ. ഹലോ ഹർഷ, ഹലോ ഹലോ. ഇന്ദ്ര, നമുക്കിറങ്ങാം. അമ്മേ, അത് എന്താ ഇന്ദ്ര, എന്നെയും നിന്നെയും ഹർഷയും രവി അങ്ങോട്ട് ക്ഷണിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? വാ. അമ്മേ, അമ്മേ, അവിടെ ഒന്ന്. അത് നടക്കില്ല അമ്മേ. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണണം. ഞാൻ ഇവിടുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നല്ലാതെ വേറെ ആരുടെ അവതാരത്തിൽ ഞാൻ ഇവിടുന്ന് ഒന്നും കഴിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇന്ദ്ര? അതുകൊണ്ടാ ആ ഹർഷ ക്ഷണിച്ചപ്പോ സന്തോഷത്തോടെ ഞാൻ പോകാൻ തന്നെ സമ്മതിച്ചത്. എടാ, നമ്മളെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുന്നവരുടെ അടുത്തേക്കാ നമ്മൾ പോകേണ്ടത്. പിന്നെ ഹർഷ നിന്നെ കിരീടം വെച്ച് സ്വീകരിക്കാൻ പോവല്ലേ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം സുശീലേ. തിരുവോണമായിട്ട് സ്വന്തം കുടുംബത്തില് സ്വന്തം മക്കളോടൊപ്പം നിൽക്കാതെ ഏതോ പിഴച്ചവളുടെ സദ്യ ഉണ്ണാൻ പോകുന്നു. നാണമില്ലേ സുശീലേ നിനക്ക്? ദേ ഭാനുമേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഹർഷയെ പിഴച്ചവളെന്ന് പറയാൻ നിങ്ങളാരാ? ഓ, അവളെ പറഞ്ഞതിനാണോ നിനക്ക് ദേഷ്യം വന്നത്? ഞാൻ ഇനിയും പറയൂ അവളെ കുറിച്ച്. അത് ചോദിക്കാൻ നീ ആരാ? നിന്റെ ആങ്ങളയുടെ മകളൊന്നും അല്ലല്ലോ. ദേ, നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന എന്റെ മുറ്റത്തൊന്നാണെന്ന് ഓർക്കണം. ആ, ഞാനെന്നാലേ റോഡിൽ ഇറങ്ങി നിന്ന് സംസാരിക്കാം സുശീലേ. പക്ഷേ അത് നിനക്ക് കൂടുതൽ നാണക്കേടാണ്. മതി ഭാനുവമ്മേ, ഒന്ന് നിർത്ത്. ഇന്നത്തെ ദിവസത്തിന്റെ മാഹാത്മ്യെങ്കിലും ഒന്ന് ഓർക്ക്. അത് ഓർമ്മയില്ലാത്തതേ നിന്റെ അമ്മയ്ക്കാ. അതല്ലേ ഒരുങ്ങിക്കെട്ടി പോകുന്നത്. നീ എങ്കിലും അത് ഓർത്താ കൊള്ളാം. ഇന്ദ്ര, ഇതിനുള്ള മറുപടി ഞാൻ ഇവർക്ക് പിന്നെ കൊടുത്തോളാം. നീ വാ, നമുക്ക് പോവാം. അമ്മേ, എടാ, നിനക്ക് എന്നെക്കാളും വലുത് ഇവർക്കാണെങ്കിൽ ആയിക്കോ. ദേ, എനിക്കൊന്ന് അവിടെ പോണം. എന്നെ ഒന്ന് അവിടെ കൊണ്ടുവിടാൻ പറ്റുമോ നിനക്ക്? ശരി, പോ. ഏട്ടാ, ഇന്ദ്രൻ അവന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാടാ. അത്ര കണ്ടു വരിഞ്ഞു മുറുക്കിയിരിക്കാ സുശീല അവനെ. ഇന്ദ്രയുടെ മനസ്സ് വെച്ചാൽ അതൊക്കെ പെട്ടെന്ന് പൊട്ടിച്ചറിയാൻ പറ്റും ഭാനുവമ്മേ. ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? അതെ, ഞാനും അമ്മയും ഒരു കാലത്ത് എന്തു വലിയ കൂട്ടായിരുന്നു. എനിക്ക് അമ്മയെ ധിക്കരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏട്ടനും പറ്റും. ഇതിപ്പം ഏട്ടന് ഹർഷയുടെ വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ്, അങ്ങനെ പറഞ്ഞ് തള്ളാതെ സോന. ഇന്ദ്രേട്ടൻ ഇന്ന് നമ്മോടൊപ്പം ഒരു ഓണസദ്യ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ, സമയമുണ്ടല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ദ്രേട്ടൻ വരികയാണെങ്കിൽ അത് നല്ലൊരു ലക്ഷണമാണ്. വന്നില്ലെങ്കിൽ ഭാവിയിൽ പലതും നമ്മൾ കാണേണ്ടി വരും. ആ, അല്ല, ഭാനുവമ്മ എന്തായാലും ഞങ്ങളുടെ ഒപ്പം ഉണ്ടല്ലോ അല്ലേ? എന്താ സംശയം? ഭാനുവമ്മയുടെ വീട് ഇതല്ലേ? അല്ല, ഓണത്തിന് മുണ്ടും നേരതൊന്നും വേണ്ടേ? ശ്യാമേട്ടന്റെ വകയും ഭാനുമയ്ക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. കുഞ്ഞിനെ ഇങ്ങ് താ മോളെ. ഓ, വാ വാ വാ. ആ, ചക്കര വാ. ഓ ഓ, എന്റെ മോള് നല്ല ഉറക്കവാ. നീയല്ലേ പറഞ്ഞത് അവർ ഓൺ ദ വേ ആണെന്ന്? എന്നിട്ട് അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. അവസാനം
ഇതെല്ലാം കൂടെ നമ്മൾ തന്നെ അവര് കഴിക്കും. തരും രവിയേട്ടാ, നമ്മൾ ക്ഷണിച്ചതല്ലേ. അവര് വന്നില്ലെങ്കിലേ ആ കണക്ഷൻ ഞാനും കട്ട് ചെയ്യും. നീ അങ്ങനെയൊന്നും തീരുമാനിക്കല്ലേ. നിന്റെ ഡെലിവറി വരെയെങ്കിലും സുശീലാന്റെ ഹെൽപ്പ് നമുക്ക് വേണ്ടതല്ലേ. ഓ, കാശ് കൊടുത്താ ഹെൽപ്പറിനെ കിട്ടാനാണോ പാട്? നമ്മൾ അവരെ കാണുന്നത് നമ്മുടെ സ്വന്തം ആൾക്കാരായിട്ടല്ലേ. ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാ ഞാൻ അവരെ ഇവിടെ ഇങ്ങോട്ട് ഓണം ആഘോഷിക്കാൻ വിളിച്ചത്. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് പിന്നെ എന്തിന്? ആ, ആരോ വന്നിട്ടുണ്ട്. ഇന്ദ്രനും സുശീലന്റെ ആയിരിക്കുമല്ലേ? ആ, ഇന്ദ്ര വാ. നിങ്ങൾ വരാൻ വൈകുന്ന കണ്ടപ്പോ ഞങ്ങളൊരു അല്പം ടെൻഷൻ അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. വന്നില്ലെങ്കിലേ എല്ലാ ബന്ധവും ഇതോടെ തീർന്നേനെ. ആ, നിന്നോട് വരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് ഞാൻ വരാതിരിക്കോ ഹർഷേ? ഇന്ദ്രനായിരുന്നു മടി. ഇവന് വേണ്ടി പെങ്ങളും അളിയനും കൂടി അവിടെ സദ്യ ഒരുക്കി വെച്ചിരിക്കുവല്ലേ. വാ, നിങ്ങൾ അകത്തേക്ക് വാ. വാ ആന്റി. ഇന്ദ്രൻ തിരുവോണമായിട്ട് അനുപമയും മോനെയും കാണാൻ പോയില്ലേ? ഇല്ല രവി, അവരാരും ഒന്ന് പഞ്ചരത്നത്തിലില്ല. ഇത്തവണ അവരുടെ ഓണാഘോഷം അവരുടെ അമ്മയുടെ തറവാട്ടില്ല. അതെവിടെയായിട്ട് ഇന്ദ്രൻ അമ്മയുടെ തറവാട്? ഇങ്ങിതാ, നീ പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു തറവാടിനെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല രവി. പിന്നല്ലേ ഇന്ദ്രൻ പോകുന്നത്. ഈ തിരുവോണത്തിനെ മരുമക്കളാരും അങ്ങോട്ട് പോകില്ലെന്ന് അനന്തമാഷിനറിയാം. അമ്പിളി ഒഴികെ ബാക്കി 3 മക്കളും ഭർത്താക്കന്മാരുമായിട്ട് അകന്നു കഴിയുവാണല്ലോ. തിരുവോണത്തിന് ആരെയും കണ്ടില്ലെങ്കിലേ അയൽക്കാര് ചോദിക്കില്ലേ മരുമക്കളെ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടി മാഷ് മക്കളെയും കൂട്ടി ഏതെങ്കിലും അമ്പലത്തിൽ അന്നദാന സദ്യ ഉണ്ണാൻ പോയി കാണും. അമ്മ എന്തിനാ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നത്? അവരെ അമ്പലത്തിലോ തറവാട്ടിലോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ. ആ, അത് നമ്മുടെ കാര്യമൊന്നും അല്ലല്ലോ. ഓ അതെ. ആ, അത് ശരി ആന്റി. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. പക്ഷേ നീ ആ സദ്യ വിളമ്പി തുടങ്ങിക്കോ. ഊണിന് മുമ്പ് നമുക്കൊരു പെഗടിച്ചാലോ? അവിടെ ഇല്ല രവി, ഞാൻ ഒന്നിനുമില്ല. അമ്മ ഇവിടുന്ന് സദ്യ കഴിക്കട്ടെ. എനിക്ക് വീട്ടിൽ പോയി അവരോടൊപ്പം കൂടണം. തിരുവോണമായിട്ട് അമ്മയും ഞാനും കൂടെ മാറിയെന്നാ അത് സോനയ്ക്ക് സത്യനും വലിയ വിഷമാവും. പിന്നെന്തിനാ ഇന്ദ്ര നീ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നത്? ഞാൻ അമ്മയെ കൊണ്ടുവിടാനും നിങ്ങളെ കണ്ട് കാര്യം പറഞ്ഞിട്ട് പോകാന്ന് കരുതി വന്നതാ. ഇന്ദ്രൻ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ അവനിങ്ങനെ സ്വന്തം വീടിനെ അവഗണിക്കുന്നത് ശരിയാണോ? അവൻ വേണേ പോയിക്കോട്ടെ. ആ, താങ്ക്സ് ദേവി. ആയിക്കോട്ടെ, എന്നാ പോയിട്ട് വരാം. ആ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. തിരുവോണമായിട്ട് ആരെ പുറത്ത് കാണുന്നില്ലല്ലോ. പൂക്കളമിട്ടില്ലല്ലോ. ഈ അനന്തം മാഷിന് മക്കൾക്ക് എന്ത് പറ്റി?
ചിരു ചിരു എടാ ഇവിടെങ്ങും ആരും ഇല്ലേ? എവിടെ പോയതായിരിക്കും? കഷ്ടപ്പെട്ട് വന്നത് വെറുതെ ആയിപ്പോയല്ലോ. ചേടാ ഇവറ്റകളൊക്കെ എവിടെ പോയി കിടക്കുന്നു?